പ്രൈസ് ദി ലോർഡ്. ഇന്ന് രക്ഷയുടെ ശിരസ്ത്രം എന്നൊരു വിഷയം, ഹെൽമറ്റ് ധരിച്ചുകൊണ്ട്, ഹെൽമറ്റ് എന്തിനു ധരിക്കുന്നു, രക്ഷ എന്തിനു ധരിക്കുന്നു, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൽമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് തലയിലെ മുറിവ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വാഹനത്തിൽ പോകുമ്പോഴോ എന്തെങ്കിലും വേറൊരു ജോലി ചെയ്യുമ്പോഴോ, ഒരു കപ്പലിലോ എറോപ്ലെയിനിലോ അതിൻ്റെ മെഷീൻ്റെ ഉള്ളിലോ ഏതെങ്കിലും മെഷീൻ്റെ ഉള്ളിലൊക്കെ ഹെൽമറ്റ് വെച്ച് ജോലി ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ തലയിൽ മുറിവുണ്ടാകാതിരിക്കുവാനാണ്. ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ രക്ഷ കൂടി നമ്മൾ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കണം. ഒരു മനുഷ്യൻ ഹെൽമറ്റ് ധരിക്കുന്നത് പോലെക്കാൾ ഉപരി കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം. യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കണം. യേശു, സ്വർഗത്തിൽ വസിച്ച യേശു സ്വർഗം വെടിഞ്ഞ് ദാസരൂപമെടുത്ത് മനുഷ്യനായി വന്ന് മനുഷ്യപുത്രനായി ജീവിച്ച് 33.5 വർഷക്കാലം ജീവിച്ച് അവൻ ക്രൂസിലെ മരണത്തോളം അവൻ ദാസനായിത്തീർന്നു. ക്രൂസിൽ അവൻ രക്ഷയൊരുക്കി. രക്ഷ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ രക്ഷയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശിരസ്ത്രമായിട്ട് നമ്മൾ ധരിക്കണം. തലയിലാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. തലയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. തലയിലാണ് നമ്മുടെ ശരീരത്തെ മുഴുവനും വ്യാപിപ്പിക്കുന്ന തലച്ചോറിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം വന്നിട്ട് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ബുദ്ധിയും മനസ്സും ഇതെല്ലാം പ്രവർത്തിക്കുന്നതിനാവശ്യമായി ഏറ്റവും കൂടുതൽ രക്തം എടുക്കുന്ന തലച്ചോറിലാണ്. അപ്പോൾ തലയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്. അതിന് നമ്മൾ ഹെൽമറ്റ് ധരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ സംരക്ഷിക്കുവാൻ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തെളിയിച്ച യേശുവിനെ നമ്മൾ സ്വീകരിക്കണം. യേശുവാകുന്ന രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ ധരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. എപ്പോഴും സന്തോഷിക്കുക മാത്രമല്ല, പിന്നെയും സന്തോഷിക്കണമെങ്കിൽ യേശുവാകുന്ന രക്ഷ ധരിക്കണം. ക്രിസ്തുവാകുന്ന രക്ഷ ധരിക്കണം. ക്രിസ്തുവാകുന്ന